ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നലെ നമ്മൾ വിട്ട വീഡിയോസിൻ്റെ ബാക്കി ഭാഗമാണ് ഇട്ടത്. അപ്പോൾ നമ്മൾ ലെങ്ത്ത് കൂടുമ്പോൾ നമ്മളത് 2-3 പാർട്ടൊക്കെ ആയിട്ട് വിടുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലെ മദ്രസക്ക് വിടുന്നതിൻ്റെ ബാക്കി വീഡിയോസാണ് ഇട്ടത്. നാം ആരാകുന്നു? മുസ്ലിങ്ങൾ. ആ പേര് നമുക്ക് നൽകിയത് ആരാ? അല്ലാഹു. നാം നല്ല മുസ്ലിങ്ങളാവണമെങ്കിൽ എന്ത് ചെയ്യണം? ഇസ്ലാം കാര്യങ്ങൾ അറിയണം, പ്രവർത്തിക്കണം. ഇത് എഴുതണ്ട, ഇങ്ങനെ എഴുതുക. ഞാൻ നല്ല മുസ്ലിങ്ങളാവണം, എന്ത് ചെയ്യണം? ഇസ്ലാം കാര്യങ്ങൾ അറിയണം, പ്രവർത്തിക്കണം. അത്ര എഴുതാതെ, പ്രവർത്തിക്കുകയും വേണം. ഇസ്ലാം കാര്യങ്ങൾ അറിയണം, പ്രവർത്തിക്കുകയും വേണം. ഇസ്ലാം കാര്യങ്ങൾ എത്രയാണ്? 5. 5 എഴുതുമ്പോൾ ചാനുള്ളടത്ത് ചീന് എഴുതുക, സുക്കൂനിട്ട് കൊടുത്തിട്ട്. ഈ ചാട്ട് കൊടുത്തിട്ട് കേട്ടാ, ഈ അങ്ങനല്ല. ഇസ്ലാം കാര്യങ്ങൾ എത്ര? ഇസ്ലാം കാര്യങ്ങൾ ഇവിടെ ലൊമ്മുള്ളടത്ത് സുക്കൂനിട്ട് കൊടുക്കുക. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ എത്രയാണ് ചോദ്യം ഉണ്ടാവും, എന്നിട്ട് അടിയിലൊരു വര ഉണ്ടാവും. അപ്പോൾ 5 എഴുതുക. അതേപോലെ നിസ്കാരം എത്ര വക്തുകളുണ്ടാവും? ളുഹർ, അസർ, മഗ്‌രിബ്, ഇശാ, സുബ്ഹ് 5 ഉണ്ടാവും. പിന്നെ ഇസ്ലാം വക്തുക്കളുടെ പേര് എഴുതാണ്ടാവും. 5 വക്ത് നിസ്കാരങ്ങളുടെ പേര് എഴുതുക, എന്നിട്ടൊരു വര ഉണ്ടാവും. ആ വരമ്മ ളുഹർ, എന്നിട്ടൊരു പുള്ളിയിട്ട് കൊടുത്തിട്ട് അസർ, പുള്ളിട്ടിട്ട് മഗ്‌രിബ്. ഇത് എഴുതി പഠിച്ചു നോക്കിക്കണേച്ച്. ഇശാ, സുബ്ഹ്. സോതാണ് ഇട്ടാ, സീനല്ല, സുബ്ഹ്. പിന്നെ ഉണ്ടാവും നിസ്കാരത്തിൻ്റെ ഷർട്ടുകൾ എത്രയാണ് എഴുതിയിട്ട് ഒരു വര. അപ്പോൾ അതിൻ്റെ അടിയിൽ എഴുതണം നേരത്തെ പറഞ്ഞ പോലെ 5. അതിൽ 2 നിസ്കാരത്തിൻ്റെ ഷർട്ടുകൾ 2 എഴുതുക. അപ്പോൾ ഏതെങ്കിലും 2 ഒന്ന് എഴുതുക, ഔറത്ത് മറക്കുക. അത് കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ ഒന്ന് ഔറത്ത് മറക്കുക. 2 ഏതെങ്കിലും ഒന്ന് ഒളു ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് സമയമായെന്ന് അറിയുക, ഒളു ചെയ്യുക. ഇത് കുറച്ചുള്ളല്ലോ, ചെറിയ വാക്കാണല്ലോ. നിസ്കാരത്തിലെ ഷർത്തുകൾ സമയമായെന്ന് അറിയുക, ഒളു ചെയ്യുക, നജസിൽ നിന്ന് ശുദ്ധിയാവുക, നജസിൽ നിന്ന് ശുദ്ധിയാവുക. പിന്നെന്താ? ഔറത്ത് മറക്കുക, കിബിലക്ക് മുന്നിടുക. അത്രേ ഉള്ളൂ. ചിലപ്പോൾ 5 ഉണ്ടാവും, കാരണം ചെറിയതല്ല, ചെറിയ വാക്കല്ല. പിന്നെ ഉണ്ടാവും എന്താ ഒളുവിൻ്റെ ഷർത്തുകൾ എത്ര? അതും 5. ഇവിടെ നമ്മൾ പഠിച്ചത് നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ 5. ഒളുവിൻ്റെ നിസ്കാരത്തിൻ്റെ ഒളുവിൻ്റെ ഷർത്ത് മാറാതിരിക്കാൻ എന്ത് ചെയ്യേണ്ട അറിയാം? നിസ്കാരത്തിൻ്റെ ഷർത്തിന് സമയമായ നമ്മൾ ഓറിൻ്റെ സമയം ആയാലല്ലോ എടുക്കുക, നിസ്കരിച്ച. അതാണ് സമയമായെന്നറിയുക. പിന്നെ നിസ്കരിച്ചില്ലെങ്കിൽ ഓള് എടുക്കണം. പിന്നെ ഔറത്തൊക്കെ മറക്കണ്ടേ. പിന്നെ മേത്തൊക്കെ നജസ് ഉണ്ടെങ്കിൽ വൃത്തിയില്ലാത്തതിനെ ശുദ്ധിയാക്കണ്ടേ. പിന്നെ നിസ്കരിച്ചപ്പോൾ കിബിലൊക്കെ മുന്നിട്ട് നിസ്കരിച്ചിട്ടുണ്ട്. അതാണ് നിസ്കാരത്തിൻ്റെ ഷർത്ത്. ഒളുവിൻ്റെ ഷർത്ത് നമുക്ക് ആദ്യം വേണ്ടത് എന്താണ്? ഒളു എടുക്കണമെങ്കിൽ വെള്ളമില്ലേ? അപ്പോൾ വെള്ളം എന്ത് വെള്ളമാവണം? തൊഹൂറായ വെള്ളമായിരിക്കും. അപ്പോൾ അതാണ് ഒളുവിൻ്റെ ഷർത്ത്. ഒളുവിൻ്റെ വെള്ളം എങ്ങനെയുള്ള വെള്ളം ആയിരിക്കണം? തൊഹൂറായതായിരിക്കണം. തൊഹൂറായിരിക്കണം. 2 ഒളുവിൻ്റെ അവയവങ്ങളെല്ലാം അതൊന്നും ഉണ്ടാവില്ല. വെള്ളത്തിൻ്റെ അവസ്ഥയെ മാറ്റുന്ന മഷി, ചായം, അവയവങ്ങളെല്ലാം ഇതൊന്നും എഴുതാണ്ടല്ലോ. ചുണ്ണാമ്പ് അല്ല, ഒരു സാധനമാണ്, പൊടിയാണ്. ഇതുണ്ടാവുള്ളൂ. ഇത് ഒളുവിൻ്റെ ഷർട്ടുകൾ. പിന്നെ ഒളുവ് നഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എത്രയാണ് ഉണ്ടാവും? അത് തെറ്റുള്ളത് 4. ബാക്കിയൊക്കെ 5. ഇസ്ലാം കാര്യം 5. ഒളുവിൻ്റെ ഷർട്ട് 5. നിസ്കാരത്തിൻ്റെ ഷർട്ടും 5. ഒളുവ് മുറിയുന്ന കാര്യങ്ങൾ, നഷ്ടപ്പെടുന്ന കാര്യങ്ങൾ 4. അതങ്ങനെ മനസ്സിലാക്കിയാൽ മതി. മനിയല്ലാത്ത പുറപ്പെടുക, ബുദ്ധിയുടെ ബോധം നീങ്ങുക. എനിക്കൊരു ഐഡിയ ഉണ്ട്. മറ്റേ 5 ഇതും കൂട്ടിയാൽ മതി.
ഒലോ മുറിയുന്ന കാര്യങ്ങൾ ഏതെല്ലാം ബുദ്ധി ബോധം നീങ്ങണ ഒരു കാര്യം പറയാൻ. 4 ഇട്ടാ മതി. 4 സുക്കൂന്. ഇവിടൊക്കെ ബുദ്ധിയുടെ ബോധം നീങ്ങുന്ന ഒരു കാര്യം പറയാൻ. ബുദ്ധിൻ്റെ ബോധം നീങ്ങുന്ന ഒരു കാര്യം എന്താ? ഭ്രാന്ത്, ബോധക്ഷയം, ഇതന്നെ മത്ത്, ഏതെങ്കിലും ഒന്ന് ഇതാണ്ടാവും. അപ്പം അതിൽ ഏതെങ്കിലും ഒന്ന് ഇത് പോരാ. മുൻ കയ്യിൽ ആടെ മിച്ചോടെ ഉണ്ടാടുന്നോളി. മുൻ കയ്യിൻ്റെ പള്ള കൊണ്ട് അത് മനസ്സിലാക്കി. മുന്നത്തെ കൈ നമ്മളെ കയ്യിൻ്റെ പള്ള മുന്നിൽ ആ ഒരു കയ്യല്ലേ ഉള്ളൂ. അതാണ് മുൻ കയ്യിൻ്റെ പള്ള കൊണ്ട്. കയ്യിൻ്റെ പള്ള ഒന്നുകൂടി കയ്യിൻ്റെ പള്ള ശരി. അര 14 വരും ബസ്. ആണ്ടേ അത് തിന്നാളാ. ഞാൻ ബുക്കൊക്കെ എടുത്തേക്ക്. അവിടെ പോകുമ്പോൾ തന്നെ കയറിക്കൊണ്ട് പോയത് 3 സ്ഥലത്തൊക്കെ ചെല്ലിട്ട് ഇറങ്ങിട്ടാ. ശരിയല്ലേ തൊടുത്ത് വന്നതാ അറിയില്ല. അച്ചോടോ നിങ്ങളെ കഴിവ് പിടിച്ച് എനിക്ക് കയ്യുമാണ്ട ആ കളറ് ആരോ പൊടി തേച്ചെടുത്താണല്ലോ. ഇത് പ്രസവിച്ച് കുട്ടിയ സ്ഥലത്തില്ലേ നമ്മൾ പോകുമ്പോഴാ കയറുന്ന വരുമ്പോഴാ കയറുന്ന. അസ്സലാമലൈക്കും. എന്നിട്ട് 3 സ്ഥലത്തല്ലേ എഴുതാൻ പാടുള്ളൂ. അത് കൊടുക്കണ മുന്നേ 3 സ്ഥലത്തല്ലേ കേട്ടാ. ഒക്കെ ശ്രദ്ധിച്ച് എഴുതണം കേട്ടാ. അറിയാത്തുണ്ടെങ്കിൽ എടുത്തിരിക്കുന്നുണ്ടാവും. മൂന്നത്തെ കുട്ടികളുണ്ടാവില്ല നിങ്ങൾക്ക്. നിങ്ങൾ ഒറ്റയ്ക്ക് തന്നെ ഇക്കാരം. ഉസ്താദ് പറഞ്ഞു തരുമ്പോഴത്തേന് നിങ്ങളെ ക്ലാസ്സിൽ തന്നെ ഇക്കാരം. ചിലപ്പോൾ ഉസ്താദ് പറഞ്ഞു തരുമ്പോഴത്തേന് ശ്രദ്ധിച്ച് എഴുതിക്കൊണ്ടിട്ടാ. അസ്സലാമലൈക്കും. സംശയം ചോദിച്ചോണ്ടി ചന്തയുണ്ടെങ്കിൽ ചോദിച്ചൊക്കെ എഴുതിക്കോണ്ടി. റോട്ടിക്ക് കയറിക്കല്ല അല്ല വണ്ടി വന്ന് മേത്തട്ടു. പുസ്തകം എടുത്തില്ല വായിക്കാന്.
ഫിക്ക് എടുത്തില്ല വായിക്കാന്. അങ്ങനെ പോയിരുന്നു വായിച്ചോണ്ട് ക്ലാസ് പോയിരുന്നു. വൃത്തിയാക്കി എഴുതണം കേട്ടാ, വൃത്തിയാക്കിയിട്ട് എഴുതണം. വൃത്തിയിൽ എഴുതിക്കൊണ്ടോന്ന്. ബസ്സിനേക്കാരല്ലോ.